ഗവൺമെന്റ് മാറുമ്പോ അതിനനുസരിച്ച് വർത്താനം പറയരുത് കേട്ടാ. അല്ല, കേളുകെട്ട മന്ത്രിയായ സമയത്ത് അവിടെ പ്രതിരോധ പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതൊക്കെ തകർന്നു ഇത് പോയതാണല്ലോ. പറയട്ടെ, ഞാൻ പറയാ, ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് രാധ മരിച്ചു അല്ലേ, പല ഇഷ്യൂണ്ടായി. ആ സമയത്ത് നിങ്ങൾ മീഡിയക്കാരെന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അന്നിങ്ങനെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്? ഇപ്പം ഞാൻ പറയാം, അത് ഞങ്ങൾ പറയാ. നിങ്ങൾ ഇപ്പൊ എന്താ നേരെ തിരിച്ചു പറയുന്നത്? എന്താ അന്ന് MLA വന്നു, ഞാൻ MLA ആയ സമയത്ത് നിങ്ങൾ അന്ന് മന്ത്രി വരണം അല്ലേ, ജില്ലാ കലക്ടർ വരണം, CCF വരണം, കൺസേറ്റർ വരണം എന്നൊക്കെയല്ലേ അന്നത്തെ ഡിമാൻഡ്. ഞങ്ങളിപ്പോൾ അതന്നെയാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട വനമന്ത്രി വരണം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വരണം, ജില്ലാ കലക്ടർ വരണം, അവരൊക്കെ വരട്ടെ. നിങ്ങളൊക്കെ അന്ന് പുൽപ്പള്ളി ടൗണിൽ കത്തിച്ചല്ലോ, പുൽപ്പള്ളി ടൗൺ കത്തിച്ചല്ലോ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, പുൽപ്പള്ളി ടൗണിൽ വിഷയം കത്തിച്ചല്ലോ. ഇതൊന്നും ഞങ്ങൾ ജനപ്രതിനിധിക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് എത്തേണ്ട ആളാണോ? ഇനി ജനപ്രതിനിധി ഇവിടെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് എത്തേണ്ട ആളാണോ? എന്ത് ജനപ്രതിനിധിയാണ് അങ്ങനെയാണെങ്കിൽ? ഇവിടെ ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി ഇവിടെ എത്താൻ ആവശ്യം ഉന്നയിച്ചിട്ട് എത്തണമെന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറയും. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഉന്നയിച്ചപ്പോൾ വന്നു. അങ്ങനെയാണ് വന്നതെങ്കിൽ അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവേണ്ടത്. ഈ മണ്ഡലത്തിന്റെ MLA വരാൻ ജനങ്ങൾ ആവശ്യം ഉന്നയിക്കേണ്ടി വന്നു അല്ലേ? ഇതല്ലേ സ്ഥിതി? നേരത്തെ അങ്ങനെയാണോ? ഇവിടെ കേളോട് സൂചിപ്പിച്ചല്ലോ, നേരത്തെ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ ഇങ്ങനെ തരാതരം പോലെ മാറരുത്. മനുഷ്യജീവൻ പോലും നിങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് പ്രതികരിക്കരുത്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ ഒരേ നിലപാട് സ്വീകരിക്കണം. അന്ന് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ? അങ്ങനെ അന്ന് കേളോട്ട് ഇവിടെ എത്തിയപ്പോൾ അത് മതിയായിരുന്നോ? മന്ത്രി വരണം, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ളവർ വരണം, ഇതായിരുന്നില്ല അന്നത്തെ നിലപാട്. ഇന്നെന്താ മാറ്റം? ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരണം. ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ മന്ത്രിമാർ വയനാട്ടിലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് എത്തണം. വയനാട്ടിലുണ്ടെങ്കിൽ, അതില്ലാത്ത മന്ത്രി ഇന്ന് തന്നെ എത്തണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അടിയന്തരമായി മന്ത്രിമാരും വരണം. ഇതിന് ശേഷം ചർച്ചകൾക്ക് ശേഷമാണെങ്കിലും മന്ത്രിമാർ വരണം. കാരണം ഇത് 2 ആഴ്ചക്കിടയിൽ 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. 2 ആഴ്ചക്കുള്ളിൽ 2 പേർ നഷ്ടപ്പെട്ട അനുഭവം എവിടെയാ? അത് ആ നിലയിലേക്ക് വന്നിരിക്കുന്നു. 6 ജീവനുകൾ പോയിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ ഇവിടെ ജില്ലാ കലക്ടർ, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് ജില്ലാ കലക്ടർ എത്തുന്നില്ല. അത് ജില്ലാ കലക്ടറോട് വരണമെന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാ? സർക്കാരല്ലേ? എന്താ നിർദ്ദേശം കൊടുക്കാത്തത്? അതുകൊണ്ട് ആ നിലയിൽ ഇനി അതിന് നിങ്ങൾ ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി ജനപ്രതിനിധി വന്നല്ലോ വെച്ചാൽ ജനപ്രതിനിധി ആവശ്യപ്പെട്ടിട്ട് വരേണ്ട ആളാണോ? നിങ്ങൾ നിങ്ങൾ ജനപ്രതിനിധി വരേണ്ടത് ആവശ്യപ്പെട്ടിട്ടാണോ? അതെ, ജനപ്രതിനിധി വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ കൂടെ വരണ്ടേ? ആണല്ലോ, മോശപ്പെട്ടാണല്ലോ. അതെ, ജനപ്രതിനിധിയോട്, അതെ, ജനപ്രതിനിധിയോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടെ വരണ്ടേ? ജില്ലാ കളക്ടർ ഉൾപ്പെടെ വരണ്ടേ? അങ്ങനെയല്ലേ ചർച്ച നടത്താറ് സാധാരണ? അങ്ങനെയല്ലേ? ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള ഒരു ജില്ലയിലെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയാണല്ലോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അവർ വരട്ടെ, അവരുൾപ്പെടെ വരട്ടെ. അവർക്ക് എന്താ ഇവിടെ വരാൻ ബുദ്ധിമുട്ട്? സർക്കാരിന്റെ ഭാഗമായുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അവരിവിടെ ഇപ്പോൾ വരട്ടെ. അവരിവിടെ വന്നാൽ തയ്യാറാണ്. മാത്രമല്ല, ജില്ലയിൽ മന്ത്രിമാരുണ്ടെങ്കിൽ അവർ വരണം. അത് ജില്ലക്ക് പുറത്താണെങ്കിൽ അത്രയും സമയം നീട്ടാൻ കഴിയില്ല. മന്ത്രിമാർ ജില്ലയിൽ ഉണ്ടെങ്കിൽ എത്തണം. ജില്ലയിൽ മന്ത്രിമാരുണ്ടെങ്കിൽ എത്തണം അടിയന്തരമായിട്ട്.